പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള ഇൻഡസ്ട്രിയിൽ വന്ന് അന്യഭാഷാ നടന്മാർ ഒരുപാട് കയ്യടികൾ വാങ്ങാറുണ്ട്. നമ്മൾ പലപ്പോഴും തിയേറ്ററുകളിൽ അത് കാണാറുണ്ട്. എന്നാൽ മലയാളത്തിൽ നിന്ന് ഒരു നടൻ പോയിട്ട് അന്യഭാഷയിൽ കയ്യടി വാങ്ങുന്നത് വിരളമായിട്ട് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അവസാനമായി നമ്മൾ ആ കാഴ്ച കണ്ടത് ലക്കി ഭാസ്കറിലൂടെ DQവിന്റെ പ്രകടനത്തിലൂടെയായിരുന്നു. എന്നാൽ ഇതിനേക്ക് തുടക്കം കുറിച്ച ഒരു നടൻ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്യഭാഷയിൽ പോയി അവിടെ മാസ് കാണിച്ച നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അതും 1995-ൽ ദളപതി വിജയുടെയും സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെയും ചിത്രങ്ങൾ മറികടന്നുകൊണ്ട് ഒരു മമ്മൂട്ടി ചിത്രം അന്നവിടെ ചരിത്ര വിജയം നേടിയിരുന്നു. അതിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷകരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. 1995 ഒക്ടോബർ 23 തമിഴ്നാടിനെ സംബന്ധിച്ച് ദീപാവലി ദിവസം ഒരു പ്രത്യേക ഉത്സവമാണ്, അവരുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്ന്. അങ്ങനെയിരിക്കെ ആ ദിവസം പ്രധാനപ്പെട്ട 4 സിനിമകളാണ് അന്ന് തമിഴ്നാട്ടിൽ റിലീസായത്. അതിലെ ആദ്യത്തെ ചിത്രം സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനായി എത്തി മീന നായിക വേഷത്തിലെത്തിയ മുത്തു എന്ന ചിത്രം. രണ്ടാമത് ദളപതി വിജയ് നായകനെ എത്തിയ ചന്ദ്രലേഖ. അന്ന് യുവനടന്മാരിൽ തമിഴ്നാട്ടിൽ ഏറ്റവും അധികം ജനപ്രീതി നേടിയ നടനായിരുന്നു വിജയ്. ഇന്നും ആ ഒരു അവസ്ഥ തന്നെയാണ് തമിഴ്നാട്ടിലുള്ളത്. മൂന്നാമത് ശരത് കുമാർ, നഗ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ രഹസ്യ പോലീസ്. ഇങ്ങനെ തമിഴ്നാട്ടിൽ ഏറ്റവും അധികം ഫാൻസ് പവർ ഉള്ള 3 നടന്മാരുടെ ചിത്രങ്ങൾക്കിടയിലാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ മക്കളാച്ചി എന്ന തമിഴ് സിനിമ റിലീസാകുന്നത്. റോജയായിരുന്നു നായിക വേഷത്തിൽ എത്തിയത്. റിലീസ് ദിവസം അധികം തിയേറ്ററുകളൊന്നും ലഭിക്കാതെ പിന്നീടുള്ള ദിവസങ്ങളിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടുന്ന കാഴ്ചയാണ് മക്കൾ ആച്ചിക്ക് തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചത്. 1995 ദീപാവലി റിലീസായി എത്തിയ തമിഴ് ചിത്രങ്ങളിൽ മുത്തു എന്ന രജനികാന്ത് ചിത്രം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടുകയും മമ്മൂട്ടി ചിത്രമായ മക്കൾ ആച്ചി സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടുകയും ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് മമ്മൂട്ടി ചിത്രങ്ങൾക്ക് തമിഴ്നാട്ടിൽ കിട്ടിയ സ്വീകാര്യത എത്രത്തോളമുണ്ടെന്ന് ഈ ഒരു ഡാറ്റ വ്യക്തമാക്കും. CBIയുടെ ആദ്യ ഭാഗം 230-ന് മുകളിലുള്ള ദിവസമാണ് തമിഴ്നാട്ടിൽ ഓടിയത്. ഈ നാട് 192 ദിവസവും ന്യൂഡൽഹി 128-ന് മുകളിലുള്ള ദിവസങ്ങളും ആഗസ്റ്റ് 1 105 ദിവസവും നായർ സാബ് 77 ദിവസങ്ങൾക്ക് മുകളിലും നമ്പർ 20 മദ്രാസ് മെയിൽ 77 ദിവസങ്ങൾക്ക് മുകളിലും അയ്യർ ദി ഗ്രേറ്റ് 70 ദിവസങ്ങൾക്ക് മുകളിലും യാത്ര 68 ദിവസവും ഇൻസ്പെക്ടർ ബലറാം 67 ദിവസങ്ങൾക്ക് മുകളിലും അമരം 56 ദിവസങ്ങൾക്ക് മുകളിലും കൗരൂർ സിനിമയുടെ ഡബ്ഡ് വേർഷൻ 56 ദിവസങ്ങൾക്ക് മുകളിലും 1921 56 ദിവസങ്ങൾക്ക് മുമ്പിലും ഒരു വടക്കം വീരഗാഥ 56 ദിവസവും CBIയുടെ രണ്ടാം ഭാഗം 42 ദിവസവും CBIയുടെ മൂന്നാം ഭാഗം 50 ദിവസത്തിന് മുകളിലും സാമ്രാജ്യം 42 ദിവസങ്ങൾക്ക് മുകളിലും തമിഴ്നാട്ടിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഇന്നും മമ്മൂട്ടി ചിത്രങ്ങൾക്ക് തമിഴ്നാട്ടിൽ നല്ലൊരു മാർക്കറ്റാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2025-ലെ മമ്മൂക്കയുടെ ആദ്യ തിയേറ്റർ റിലീസ് ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രം ഒട്ടും ഹൈപ്പില്ലാതെയും പ്രൊമോഷനും ഇല്ലാതെയും വന്നിട്ട് പോലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 2 കോടിക്ക് മുകളിലോ 2 കോടിക്കടുത്തോ കളക്ഷൻ നേടാൻ സാധിച്ചത്. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മമ്മൂക്ക അഭിനയിച്ച തമിഴ് സിനിമകളിൽ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.